എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ എല്ലാവരും ഇപ്പോൾ ഉഷാറായിട്ട് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. ഇപ്പൊ ആ വെബിന്റെ സ്പീഡ് അത് കുറച്ചുകൂടെ കൂടിയിരിക്കുകയാണ്. മാത്രമല്ല വെബിനോടൊപ്പം അത് തകർത്തു കൊണ്ടുവരുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ അതും ജനങ്ങളെ തകർക്കാനായിട്ട് അവർക്ക് നേരെ നിരങ്ങി വരികയാണ്. ജനങ്ങൾ ഓരോരുത്തരും പരിഭ്രാന്തരായി രക്ഷപ്പെടാൻ ആ പാലസിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറും. സോറോ ആണെങ്കിൽ തീർത്തു പറയും, നമ്മൾ ഒരു തവണ ഇതിന്റെ മൂവ്മെന്റ് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചതാണ്. സോ നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മളെ കൊണ്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് എല്ലാവർക്കും പ്രതീക്ഷ കൊടുത്ത് അവർ നല്ല ഫോഴ്സിൽ തള്ളിക്കൊണ്ടേയിരിക്കും. ഇവിടെ സായി ആണെങ്കിൽ അവന്റെ ചുന്തിരി പെണ്ണ് അവള് അങ്ങനെ പുറകിൽ നിന്ന് തള്ളും. അവള് തള്ളും തോറും സായി കിക്കിളിയാവുകയാണ്. ഇവൾ ഇങ്ങനെ ഒരു മണ്ടിയാണല്ലോ എന്ന് പറഞ്ഞ് സായി തലയ്ക്ക് കൈ കൊടുക്കും. പച്ചത്തലേനും ജൈന്റ്മാനും അങ്ങനെ അവിടെയുള്ള എല്ലാവരും പരസ്പരമുള്ള ദേഷ്യവും വിരോധവും ഒക്കെ മറന്ന് ഇപ്പൊ ഡോഫ്ലമിംഗോയെ തകർക്കാനും അവരുടെ ജീവിതവും ജീവനും അതിനെങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടി ആ ഞാഞ്ഞ് തള്ളും. അതേസമയം നമ്മുടെ പ്രിൻസസ് മൻഷരി അവളാണെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് അവളുടെ ഹീലിംഗ് പവർ അത് അവിടെയുള്ള എല്ലാവരുടെയും മേലേക്ക് അങ്ങനെ തൂവുകയാണ്. അവൾ ബീയുടെ സഹായത്താൽ ഐലാൻഡ് മുഴുവൻ പറന്ന് നടന്ന് അവളുടെ പവർ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും. പക്ഷെ ഇൻ കേസ് അവളുടെ പവർ അത് വില്ലന്മാരുടെ ദേഹത്ത് വീണ അവരും ഹീലായി മാറും. കട്ട് ചെയ്ത ഡോഫ്ലമിംഗോ അവൻ റബേക്കയെ കൺട്രോൾ ചെയ്ത് വയലറ്റിനെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ പതിയെ പതിയെ അവളെ മുൻപോട്ടേക്ക് കൊണ്ടുവരാണ്. റബേക്കയാണെങ്കിൽ അവന്റെ കാല് പിടിച്ച് കെഞ്ചും, ദയവ് ചെയ്ത് എന്നെ കൊണ്ട് ഈ മഹാഭാവം ചെയ്യിക്കരുത്. അതിന് ഡോഫ്ലമിംഗോ ചിരിച്ച് അവളെ മുൻപോട്ടേക്ക് തന്നെ കൊണ്ടുവരാണ്. വയലറ്റ് ആണെങ്കിൽ ഒരുപാട് നിലവിളിക്കും. പക്ഷെ അവളുടെ നിലവിളി അതാരും കേൾക്കില്ല. അപ്പോഴായിരിക്കും നമ്മുടെ ആങ്കർ അവനിപ്പോ മൈക്കിലൂടെ നിലവിളിച്ച് പറയാനായിട്ട് തുടങ്ങും, നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും ഇതുപോലെ പ്രതീക്ഷ വെച്ചിരിക്കുന്ന സാക്ഷാൽ സ്ട്രോഹാർ ലൂഫി അവൻ നമ്മളെ രക്ഷിക്കാനായിട്ട് ഉടനെ തന്നെ എത്തും. ജനങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ അവന്റെ കമന്ററി കേട്ട് ദേഷ്യം കൂടി വരും. യു ആർ അൺബിലീവബിൾ. ഈ സമയത്താണോ നിന്റെ കമന്ററി? ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ജീവന് വേണ്ടി പോരാടുകയാണ്. അതിന് ആങ്കർ ദേഷ്യപ്പെട്ട് പറയും, നമ്മളെ സംരക്ഷിക്കേണ്ടവൻ തന്നെയാണ് ഇപ്പൊ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. സോ ആദ്യം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ സമാധാനത്തോടു കൂടെ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. പാലസിൽ വെച്ച് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ഒരുപാട് പേരെ അട്ടിച്ച് തെറിപ്പിച്ച് അവന്റെ ചേട്ടന്റെ പവർ അത് സ്വന്തമാക്കിയ ഒരാള് ആണ് നമ്മുടെയും ടെസറോസ ഐലാൻഡിന്റെയും ഇപ്പോഴത്തെ രക്ഷകൻ. നമ്മളെല്ലാവരും അവരിൽ തന്നെ വേണം പ്രതീക്ഷ വെക്കാൻ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ചുന്ദരം പൈറട്ട് അവനാണെങ്കിൽ ആകാംക്ഷയോട് കൂടെ വെയിറ്റ് ചെയ്യാണ്. ലൂഫിക്ക് ശേഷമെങ്കിലും ആ ആങ്കർ അവന്റെ പേര് പറയുന്ന ആഗ്രഹത്തില് അവൻ അങ്ങനെ ചെവിയൊക്കെ കൂർപ്പിച്ച് പിടിച്ച് അവന്റെ പേര് കേൾക്കാനുള്ള ആവേശത്തില് പതിയൊന്ന് തിരിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കും ട്രഫാൽഗറിലോ അവിടുന്ന് രക്ഷപ്പെട്ട കാര്യം അവൻ മനസ്സിലാക്കുക. അവൻ ടെൻഷനായിട്ട് അവിടെ മുഴുവൻ ഓടി നടന്ന് അന്വേഷിക്കും. ഇവിടെ ആങ്കർ ആണെങ്കിൽ നിർത്താതെ ലൂഫിയെ കുറിച്ച് തന്നെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. ലൂഫി പാലസിൽ ആ ജയന്റ് മാനയും താടിക്കാരൻ അപ്പാപ്പനെയും അങ്ങനെ എല്ലാവരെയും തല്ലി തല്ലി തകർത്തതും അവന്റെ ചേട്ടൻ എയ്സിന്റെ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ അത് സ്വന്തമാക്കിയതും അതുപോലെ ഇവിടെയുള്ള ജനങ്ങളെയും കിങ്ങിനെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വാ തോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില ആൾക്കാർക്കാണെങ്കിൽ ലൂഫിയെ കുറിച്ച് ഒന്നും തന്നെ കറക്റ്റായിട്ട് അറിയില്ല. അവരാണെങ്കിൽ ലൂഫിയുടെ സൈസ് വെച്ച് അവനെ വളരെ കുറച്ച് കാണാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ റബേക്ക അവളാണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് അവളുടെ ചേച്ചിയുടെ അടുത്തേക്ക് വരികയാണ്. ഡോഫ്ലമിംഗോയും ആ ആങ്കറിന്റെ കമന്ററി അത് കേൾക്കുന്നുണ്ട്. അവനത് കേൾക്കുന്തോറും അവന്റെ ദേഷ്യം അത് 10 മടങ്ങായി മാറി അങ്ങനെ പല്ല് കടിച്ച് ഫുൾ കലിപ്പിൽ നിൽക്കും. ആങ്കർ ആണെങ്കിൽ നിർത്താതെ പറയും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ലൂഫി അവനും വലിയൊരു ഫേമസ് പൈറട്ട് തന്നെയാണ്. പക്ഷെ അവൻ ഡോഫ്ലമിംഗോയെ പോലെ അത്രയും ബാഡ് അല്ല. നമുക്ക് വേണ്ടിയും നമ്മുടെ റിങ്കു കിങ്ങിന് വേണ്ടിയുമാണ് അവൻ അവന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ഇത്രയും നേരവും ഫൈറ്റ് ചെയ്തത്. ഇപ്പൊ അവന് അവന്റെ സ്ട്രെങ്ത് അത് റീഗെയിൻ ചെയ്യാനായിട്ട് അല്പസമയം ആവശ്യമാണ്. അത് റീഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡോഫ്ലമിംഗോയെ എന്നേക്കുമായിട്ട് തകർത്ത് നമുക്ക് സ്വാതന്ത്ര്യം അതവൻ നേടിത്തരും. ഉടനെ ജനങ്ങൾ എല്ലാവരും ഇപ്പൊ ലൂഫിയിൽ പ്രതീക്ഷ വെച്ച് അവന്റെ പേര് വിളിച്ച് അങ്ങനെ ചിയർ ചെയ്യാനായിട്ട് തുടങ്ങും. റിങ്കു കിങ് പോലും വിശ്വാസവും പ്രതീക്ഷ അർപ്പിച്ച നമ്മുടെ സ്ട്രോഹാർ ലൂഫിയെ ഇപ്പൊ ജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ലൂഫിയെ കാണിക്കും. അവരിപ്പോഴാണെങ്കിലും യാതൊരു അനക്കവും ഇല്ല. ഇവിടെ കൂടുതൽ ജനങ്ങൾ ലൂഫിയെ വിശ്വസിക്കാനും അവന്റെ പേര് വിളിച്ച് ചിയർ ചെയ്യാനുമായിട്ട് ആരംഭിക്കും. പച്ചത്തലേനാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. ലൂഫി സെൻപായ്, നിങ്ങളുടെ ഈ പവറും ക്വാളിറ്റിയും നല്ല മനസ്സും അതെല്ലാവരും ഇപ്പൊ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സത്യത്തിൽ ഒരു മഹാനാണ്, വലിയൊരു രക്ഷകനാണെന്നൊക്കെ പറഞ്ഞ് അവൻ പൊട്ടിക്കരയും. അതിനുശേഷം കൂടുതൽ ആൾക്കാർ വന്ന് ഇപ്പൊ ആ ബാരിയർ തള്ളാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും മുൻപ് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചതുപോലെ അവരെ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടാവില്ല. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒറ്റ നെഗറ്റീവ് പോലും പറയാതെ ലൂഫിയെ കുറിച്ച് പോസിറ്റീവ് തന്നെ പറയുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ആങ്കർ അവൻ ബമ്പൻ ട്വിസ്റ്റ് കൊടുത്ത് ഇപ്പൊ ഡോഫ്ലമിംഗോയ്ക്ക് നേരെ അങ്ങനെ തിരിയുക. ഹേയ് ഡോഫ്ലമിംഗോ,
നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിൻസസുകളുടെ മേലെ നീ കൈവെക്കും. റബേക്കയും വയലറ്റും അവർ രണ്ടുപേരും ഈ രാജ്യത്തിന്റെ സ്വത്താണ്. ആക്ച്വലി നിന്നെ പോലെ ഇത്രയും വൃത്തികെട്ട ഒരുത്തനെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത്രയും വർഷക്കാലം നീ ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു, അടിമകളാക്കി, പപ്പട്ടുകളാക്കി മാറ്റി. പക്ഷേ നിനക്കിനി ഈ ഐലാൻഡിൽ നിന്നല്ല ഒരു ഐലാൻഡിൽ പോലും നിനക്കിനി ജീവിക്കാനാവില്ല. അത് കേട്ട് ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഇപ്പൊ അവനെ നോക്കി പല്ല് കടിക്കും. ആക്ച്വലി നമ്മുടെ ആങ്കർ റബേക്കയും വയലറ്റിനെയും രണ്ടുപേരെ രക്ഷിക്കാനാണ് ഇങ്ങനൊരു വെല്ലുവിളി നടത്തിയത്. അവന്റെ ഉള്ളിലെ പേടി അതങ്ങനെ കൂടി കൂടി വരും. കാരണം അവനറിയാം ഡോഫ്ലമിംഗോ ഇനി ഒരിക്കലും അവനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന്. സോ എല്ലാം പ്രതീക്ഷിച്ചുറപ്പിച്ച് മനസ്സിൽ കണ്ട് തന്നെയാണ് അവൻ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ ഒരു വെല്ലുവിളി അത് നടത്തിയത്. ആങ്കർ ആണെങ്കിൽ അപ്പോഴും നിർത്തില്ല. അവനാണെങ്കിൽ തീർത്തു പറയും, ഇനി നിന്നെ കൊണ്ട് ഞങ്ങളെ ഭരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പുതിയ രക്ഷകൻ സ്ട്രോ ഹാറ്റ് ലൂഫി, അവൻ തീർച്ചയായിട്ടും നിന്നെ കൊല്ലും. മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിന്റെ ബാരിയർ അതിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സോ നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. ഇവിടെ നമ്മുടെ ആൾക്കാരും ജനങ്ങളും പൈററ്റ്സും മത്സരിക്കാൻ എത്തിയവരും അങ്ങനെ എല്ലാവരും ആ ഒരു ബാരിയറിൽ അവരുടെ സർവ്വ പവറും കൊടുത്ത് അങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം പ്രിൻസസ് കൊടുത്ത ആ ഒരു ഹീലിംഗ് പവർ അതിന്റെ ടൈം ലിമിറ്റ് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ഇപ്പോ ബോധം പോയി താഴേക്ക് വീഴാനായിട്ട് തുടങ്ങും. അവരെ കൊണ്ടാണെങ്കിൽ ഇനി ഒരു ചെറുവിരൽ പോലും അനക്കാനായിട്ടാവില്ല. റോബിൻ ലിയോയോട് ചോദിക്കും അവൾക്ക് വീണ്ടും അവളുടെ ഹീലിംഗ് പവർ കൊടുത്തൂടെ. അതിന് ലിയോ പറയും ഈ ടെമ്പററി പവർ അതൊരേ ഒരു തവണ മാത്രമേ അവളെ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയൂ. ഉടനെ ദൂരത്തായിട്ട് മുകളില് കപ്പിന്റെ ചുമലിൽ പറന്നു പോകുന്ന നമ്മുടെ പ്രിൻസസ്, അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ കരയാണ്. എന്റെ ടെമ്പററി പവർ അതും ഇപ്പൊ വർക്കൗട്ട് ആകില്ല, നമ്മൾ മൊത്തത്തിൽ ഫെയിലിയർ ആവുകയാണ്. അതിൽ കപ്പ് അവളെ ആശ്വസിപ്പിച്ച് അവളുമായിട്ട് അങ്ങനെ മുൻപോട്ടേക്ക് കുതിച്ചു പായും. മറ്റെന്തെങ്കിലും വഴി കണ്ടെത്താൻ പറ്റുമോ എന്ന് അവർ കാര്യമായിട്ട് ആലോചിക്കും. ആങ്കർ ആണെങ്കിൽ നിലവിളിക്കും. 10 സെക്കൻഡിനുള്ളിൽ നമ്മുടെ രക്ഷകൻ ലൂഫി അവൻ ഇവിടേക്ക് എത്തും. എല്ലാവരും ലൂഫിയുടെ പേര് വിളിച്ച് അവന് വലിയൊരു വരവേൽപ്പ് കൊടുക്കാനായിട്ട് ആങ്കർ പറയും. അത് കേട്ട് അവരും ലൂഫിയുടെ പേരൊക്കെ വിളിച്ച് ഇപ്പൊ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. 10, 9, 8 എന്നിങ്ങനെ ഇവിടെ ലൂഫി അവനാ ജനങ്ങളുടെ കരഘോഷം കേട്ട് പതിയെ കണ്ണു തുറന്ന് എഴുന്നേറ്റ് നിൽക്കും. ജനങ്ങൾ ഇവിടെ കൗണ്ട് ഡൗണിന്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും ആ ഡോഫ്ലമിംഗോ അവന്റെ ഒരു സ്ട്രിങ് അത് ആ ആങ്കറിന്റെ വയറ്റിൽ കുത്തിയിറക്കും. ചോര തുളുമ്പി ഒരുപാട് വേദനയിൽ ആങ്കർ നിലവിളിക്കും. പക്ഷെ അപ്പോഴും അവന്റെ പ്രതീക്ഷ അത് കൈവിടില്ല. ജനങ്ങളോട് വീണ്ടും ലൂഫിയുടെ പേര് വിളിച്ച് ചേർ ചെയ്യാൻ പറഞ്ഞ് അവൻ പതിയെ താഴേക്ക് വീഴുകയാണ്. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ കേജ് കാണിക്കും. അതിപ്പോ ഓൾമോസ്റ്റ് ഐലാൻഡിനെ മുഴുവനും വിഴുങ്ങാനായി കഴിഞ്ഞു. ജനങ്ങൾ എല്ലാവരും ലൂഫിയുടെ പേര് അത് ഉച്ചത്തിൽ വിളിക്കുകയാണ്. അതേസമയം ഡോഫ്ലമിംഗോ അവൻ റബേക്കയെ മുഴുവനായിട്ട് കൺട്രോളിലെടുത്ത് ഇപ്പൊ കത്തിയുമായി വയലറ്റിനടുത്തേക്ക് ഓടിപ്പിച്ച് കൊണ്ടുവരികയാണ്. വയലറ്റ് പറയും, റബേക്ക നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് സംഭവിച്ചാലും അത് നീ മറന്നു കളയണം. കാരണം ഇപ്പൊ നീ ചെയ്യുന്ന ഒന്നും നിന്റെ ഇഷ്ടത്തിന് നീ ബോധപൂർവം ചെയ്യുന്നതല്ല. റബേക്ക നോ എന്ന് നിലവിളിച്ച് കണ്ണുകൾ അടച്ച് അവളുടെ വയലറ്റിന്റെ അടുത്തേക്ക് ഓടി അടുക്കും. റബേക്ക ആണെങ്കിൽ കത്തി അതാഞ്ഞു വീശും. അടുത്ത നിമിഷം അവളുടെ കത്തി അത് രണ്ടായിട്ട് പൊട്ടുകയാണ്. ആരോ ആ കത്തിയെ ബ്ലോക്ക് ചെയ്തു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കറക്റ്റ് ടൈമിൽ വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ലൂഫി. ട്രഫാൽഗറിലോ ഞൊടിയിടയിൽ അവനെ അങ്ങനെ സ്വാപ്പ് ചെയ്ത് അവിടെ എത്തിച്ചു. ജനങ്ങളുടെയും നമ്മുടെ ആൾക്കാരുടെയും എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ പുതിയൊരു പ്രതീക്ഷ വരികയാണ്. ലൂഫി പല്ല് കടിച്ച് ഡോഫ്ലമിംഗോയെ നോക്കും. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവരെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.